ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു തട്ടിക്കൂട്ട് മീൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതും നല്ല മീൻ മുളകിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും നല്ല അയില കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതേ 4 അയില എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച അയിലയാണ്. അതേപോലെ തന്നെ ചുവന്നുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കുടംപുളിയുണ്ട്, മുളക് പൊടിയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുകും ആവശ്യത്തിന് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ അതിന് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടങ്ങോട്ട് മൊരിച്ചങ്ങോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും മൊരിഞ്ഞങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇവനെ തലങ്ങും വിലങ്ങും ഒന്ന് ഇളക്കിയതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ എത്രത്തോളം എരിവ് വേണമെന്ന് അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. കാരണം നമുക്കല്ലേ അറിയാൻ പറ്റുമോ നമുക്ക് എത്രത്തോളം എരിവ് പിടിക്കുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും 2 ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട്. ആ മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയുണ്ട്, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ വെള്ളവും ആ പുളിയും കൂടി ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളച്ച് നമ്മുടെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇളക്കി തിരിച്ചും മറിച്ചും പിന്നീട് ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം, പിന്നെ ചാറ് ഇഷ്ടമുള്ളവർക്ക് ചാറും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കാണ് നമുക്ക് നമ്മുടെ മീനിനെ, അതായത് അയിലയോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും മീനാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ചാറ് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് മുക്കി അങ്ങോട്ട് താഴ്ത്തി ഇടാം. ഇതെല്ലാം അയിലെല്ലാം ഇപ്പോൾ നമ്മുടെ ചാറിൽ മുങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ വീണ്ടും തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഇതേ തീയിൽ തന്നെ നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ എന്തായാലും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കൊരു പാത്രത്തിൻ്റെ മൂടി, ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചട്ടിക്ക് സെറ്റാകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് മൂടി അങ്ങോട്ട് വെക്കുക. അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. പിന്നീട് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ മീൻ കറി എന്തൊരു രീതിയിലാണ്, എന്തൊരവസ്ഥയിലാണ് ഇരിക്കണതെന്ന് നോക്കിക്കേ. ഇനി എടുത്ത് ഇവനെ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഈ തട്ടിക്കൂട്ട് മീൻ കറി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഈസി മീൻ റെസിപ്പി ഇഷ്ടമാകും. സ്നേഹത്തോടെ, അല്ലു.